ഡാനിയുടെ അടുത്തുനിന്ന് ഫോൺ വന്നു. ചരക്ക് എവിടെ ഇറക്കണ്ടേ? കൊച്ചിയിൽ വെച്ച് ഇറക്കിയാ മതി. സാർ, ബാസി ഇന്നെവിടെയാ ഡ്യൂട്ടി? തരൂക്കുളം റോഡിലായിരുന്നു ഡ്യൂട്ടി. പെട്ടെന്ന് DSP ഫോൺ ചെയ്തിട്ട് ഇന്ന് ഡ്യൂട്ടി അവിടെയല്ല, നീ സ്റ്റേഷനിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നു. ഓ ഓക്കെ. ഹലോ, പറയൂ സാറേ. സൂസേ, സഹദേവൻ വീട്ടിലുണ്ടോ നോക്കിയിട്ട് പറ. അയ്യോ, ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഞാൻ നോക്ക്. സാറേ, അയാളെ എവിടെയും കാണാനില്ല. കടലിൽ പോയെന്നാ തോന്നുന്നേ. ശരി ചേട്ടാ, ഉപ്പിയാക്കെല്ലാം കയറ്റി വണ്ടി എടുക്കാവോ? നെക്ക് സഹദേവൻ ചേട്ടൻ വരട്ടെ. ആ ചേട്ടാ, അത് ഇറക്ക്. സൂക്ഷിച്ചു വേണം. വേഗം ചെയ്യടാ. ആ നപ്പടി നീ വാങ്ങിച്ചല്ലേ. നമസ്കാരം ഭായ്. എന്താ ഭായി ഈ സമയത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയതല്ലേ, അതുകൊണ്ടാ. വേഗം പണി നടക്കും. ശരി ഭായി. ബ്രൗൺ ഷുഗർ, ഇതാണ് ബിസിനസ്. അടിപൊളി ചരക്കാ ഭായി. സൂസൻ, നിങ്ങളുടെ ഏരിയയിലുള്ള പള്ളിയിലച്ഛനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആ മുഖമൊന്നും കാണാൻ അത്ര കൊള്ളില്ല സാറേ. പഴയ ടാറും വീപ്പ പോലെ ഉണ്ടാവും. വേണ്ട സാറേ. എടാ, പള്ളിയിലച്ഛനും നിനക്ക് തമ്മിൽ എന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഡ്രസ്സ് എടുത്ത് ലുങ്കിയാണെന്ന് കരുതി ഞാൻ എന്റെ വണ്ടി തുടച്ചു. ശരി, എന്തെങ്കിലും പോയി അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാ പോരെ. അവിടെ ചെന്ന് ഈ സിനിമയൊക്കെ ചോദിക്കാൻ വേണ്ട അയാളെന്താ CD കട വെച്ചിരിക്കുക? എടാ പക്കി, നിന്റെ തല്ലിയാലും നന്നാവില്ലല്ലോ. സർ, ഞാൻ സത്യമാണ് സംസാരിക്കുന്നത്. സ്കൂൾ ടൈമിൽ എന്താ? സർ, ഞാൻ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് 2-3 പേരെന്നെ തട്ടിക്കൊണ്ട് വന്നു. എന്താ? മറവക്കാട് പള്ളിയുടെ അടുത്താ ഉള്ളത്. സർ, എത്രയും പെട്ടെന്ന് വരണം സർ. ആലപ്പുഴയിൽ മൊത്തം 3 ക്ലൈമറ്റ് ഉണ്ട്. നന്നായിട്ട് വെയിലടിക്കും, ക്രൂരമായിട്ട് വെയിലടിക്കും, കഠിനമായിട്ട് വെയിലടിക്കും. ഇങ്ങനെയുള്ള ഫയർ കംപ്ലൈന്റ് ഒന്നും എന്നോട് പറയാതെ. എങ്ങോട്ട് സാറേ? പറയാം. ഇത് കിഡ്നാപ്പിംഗ് കേസല്ലേ സാറേ? സ്റ്റേഷനിൽ ഇൻഫോം ചെയ്താലോ? പെട്ടെന്ന് തോപ്പുംപടി സ്റ്റേഷൻ ഇൻഫോം ചെയ്യും. ഓക്കെ സാർ. ഞാൻ മുകളിലേക്ക് പോവാ. പോലീസ് വന്നാ കൂട്ടിക്കൊണ്ടോ? ശരി സാർ. ആ തോക്കെന്തോ? സാർ, തോക്ക് എങ്ങനെ സാർ? ഒന്നും സംഭവിക്കില്ല. താ. നിക്ക്. യു ഓക്കെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തു പറ്റി? സത്യ, എന്താ ഒന്നും മിണ്ടാത്തെ? ആർ യു ഓക്കെ? തട്ടിക്കൊണ്ട് വന്നവൻ ആരാ? അടയാളം കാണിക്കാൻ പറ്റുമോ? സർ, എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല സർ. തട്ടിക്കൊണ്ട് വന്നുവെന്ന് നുണയാ ഞാൻ പറഞ്ഞത്. എന്തിനാ കള്ളം പറഞ്ഞത്? പറയണേ. നിങ്ങളെ ഒറ്റയ്ക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ. എന്തിനാ എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കണം? എന്ത് സംസാരിക്കണമെന്നാ പറയാൻ? I love you sir. നിന്നെ damn it. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? വിവരം ഉണ്ടോടി നിനക്ക്? വല്ലതും പറ്റുമെന്നുള്ള ആദ്യമായിരുന്നു. ഈ സമയം ജില്ലയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വാർത്ത പരന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്. വിഡ്ഢി, ആ മാലയും ഊരിത്താ. പെട്ടെന്ന് അങ്ങോട്ട് ഊരിത്താ. വന്നവൻ എന്റെ മാല തട്ടിപ്പറിച്ചോണ്ട് പോയി പോലീസിനോട് പറ. ഒരാപത്തും കൂടാതെ വീട്ടിൽ വന്ന് ചേർന്നല്ലോ മോളെ. ആരടാവൻ? ഈ വീട്ടിലെ പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചവൻ. തീർച്ചയായും അവനെ ഈ നാട്ടുകാരൻ ആരായിരുന്നു ശരി വിടരുത്. അനിയാ, ബഹളം വെക്കരുത്. ഇല്ലേട്ടാ, ഗോൾഡൻ ഷിപ്പിംഗ് ഫാമിലിയിൽ ഒരാളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശ്വാസം നിലയ്ക്കുന്നത് കാണിച്ചു കൊടുക്കണം. മണപ്പാട് ഏരിയയിൽ 11 തൊട്ട് 12 വരെ ആര് ബോട്ട് എടുത്തിട്ട് കടലിൽ പോയോ അത്ര പേരെയും ചോദ്യം ചെയ്യണം. അവന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞ് ചാക്കി കെട്ടിയിട്ട് മാലദ്വീപിൽ കൊണ്ട് മൂടണം. പോലീസ് അറിഞ്ഞ ഇക്കാര്യം പ്രസുകാരും അറിയണ്ട. ശരി സർ. സത്യ, നിന്നെ സഹായിച്ച NCC മാസ്റ്റർ എനിക്കൊന്ന് കാണണം. ചിറ്റപ്പാ,
വരാൻ പറ. ശരി. ഗുഡ് മോർണിംഗ് സാർ. MD സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. വരൂ സാർ. ഇതെല്ലാം MDയുടെ ഫാമിലി വെഹിക്കിൾസാ സാർ. വീക്കെൻഡ് എല്ലാം MD ഫാമിലിയോടെ ഷിപ്പിലായിരിക്കും സാർ. സാർ, കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ്. നോ താങ്ക്സ്. Shall we go to the front side? ഗുഡ് മോർണിംഗ് സാർ. വരണം സർ. ചിറ്റപ്പൻ സാറിനെ കാത്തിരിക്കുവാ. ചിറ്റപ്പ, ഇതാണ് ഞങ്ങളുടെ NCC മാസ്റ്റർ. നിങ്ങള് നരസിംഹൻ. കൊച്ചിയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അത് അന്ന്. ഇപ്പോൾ NCC മാസ്റ്റർ. നിങ്ങൾ ഇരിക്കൂ. യെസ് താങ്ക്സ്. ഹാവ് എ ഡ്രിങ്ക്. വേണ്ട സർ, ഇങ്ങോട്ട് ശീലമില്ല. വാമേ. സർ, ഇതെന്റെ അച്ഛൻ, ഇത് അമ്മവൻ, ഇതെന്റെ അമ്മ, ഇത് ചെറിയമ്മ. ആ നമസ്കാരം. അസിസ്റ്റന്റ് കമ്മീഷണർ ടു NCC മാസ്റ്റർ. അതെങ്ങനെ? ഇല്ല സാർ, എൻ്റെ അച്ഛന് ഞാൻ പോലീസുകാരനാണെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ടെന്ന് ഓർത്ത് ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇവിടേക്ക് പോന്നു. കഴിക്കൂ. അയ്യോ വേണ്ട. ഇവിടുന്ന് തന്നെ പിടിച്ച ചെമ്മീനാണ്. അത് ഞങ്ങൾ അയ്യപ്പസ്വാമി ആരാധിക്കുന്നവരാ. ശനി ദിവസങ്ങളിൽ മത്സ്യമൊന്നും കഴിക്കരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കുമല്ലേ? അവരല്ലേ സാർ എല്ലാം. അവർ പറയുന്നത് കേൾക്കാതെ വേറെ ആര് പറയുന്നത് കേൾക്കണ്ടേ? നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും സാറിന്. നോ താങ്ക് യു. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാനെന്ന് ഇറങ്ങട്ടെ. പറയട്ടെ, പോയിട്ട് വരാം. കാണാൻ മോനെ. ചിറ്റപ്പ, ഞാൻ പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട് സർ. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സാറിന് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളുടെ ഫാമിലിയിൽ ക്ലോസ് ആയിട്ടോ. ഫാമിലിയായിട്ട് ക്ലോസ് ആയെന്ന് പറഞ്ഞാണ്ടല്ലോ വലിച്ച് കടലോട്ട് ഞാൻ. ഒരു സ്റ്റുഡന്റിന് സാറിനോട് മോഹം തോന്നുന്ന നാണം കെട്ട കാര്യമാണ്. ഇനി മേലിൽ ആവർത്തിക്കരുത്. ചേഞ്ച് യു ആറ്റിറ്റ്യൂഡ്. നരസിംഹൻ സാർ, ഞാൻ ചോറ്റാനിക്കര അമ്പലം വരെ വന്നതാ. താനിപ്പോ എവിടെയാ? ഇവിടം വരെ ഒന്ന് വരാവോ? 1 മണിക്കൂറിനുള്ളിൽ വരാം സാർ. ഗുഡ് മോർണിംഗ് രംഗരാജ്. വൺ മിസ്റ്റർ നരസിംഹൻ, ഫോർമർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കൊച്ചിൻ. ഇപ്പൊ അവരുടെ എക്സാക്ട് സ്റ്റാറ്റസ് എന്താന്ന് പറ. വരൂ നരസിംഹൻ. സാർ, എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? സാർ, മാരാരി നടന്നത് ആയുധക്കടത്തല്ല സാറേ, ബ്രൗൺ ഷുഗറാണ് സാർ. ടോട്ടൽ സൗത്ത് ഇന്ത്യക്കും മാരാരി മെയിൻ സെന്ററാക്കിയിരിക്കുക. താൻ എന്തായി പറയുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഏകദേശം 2900 കോളേജുകളും 8500 ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട്. ഒരു കോളേജിൽ 10 പേർ, ഒരു സ്കൂളിൽ 5 പേർ എന്ന നിലയിൽ ഡ്രഗ് യൂസ് ചെയ്താൽ ഒരു വർഷത്തിൽ 1000 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാവും. ഒരു സ്റ്റുഡന്റിന് അവന്റെ നഖത്തിന്റെ ഇടയ്ക്ക് പോലും ഇത് ഒളിപ്പിക്കാൻ സാധിക്കും. അവന്റെ മാതാപിതാക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവൻ ഇതിന് അഡിക്റ്റായി രോഗിയായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അതുമാത്രമല്ല, ഇവിടെ ആഘോഷവേളകളിൽ ഡ്രിങ്ക്സ് പാർട്ടി നടത്തുന്ന പേരിൽ ഡ്രഗ്സ് പാർട്ടി നടത്തുന്ന സമ്പ്രദായം കൂടിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇതിൽ വിഷമിക്കേണ്ട കാര്യം, ഒരുപാട് പെൺകുട്ടികൾ ഇതിനടിമയായിരിക്കുകയാണ് സാർ. അപ്പം മൊത്തം അധികാരികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുവാന്നാണോ പറയുന്നത്? അല്ല സാർ, പലയിടങ്ങളിലായിട്ട് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് നടക്കുന്നുണ്ട് സാർ. പക്ഷേ അത് മൊത്തം സപ്ലൈയിൽ 5% പോലും ആകുന്നില്ല സാർ. ഇത്രയും തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും ഉടനടി തന്നെ എന്തുകൊണ്ട് ചാർജ് എടുത്തുകൂടാ? ഇപ്പം ഞാൻ ചാർജ് എടുത്താൽ ബായിയും സഹദേവനെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റൂ. മൊത്തം രേഖകളോടെ എവിടുന്നാണ് ഡ്രഗ്സ് വരുന്നതെന്നും ഇവർക്കാരാണത് സപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ ആരാണത് വിറ്റ് കൊടുക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ചാർജ് എടുത്ത് മൊത്തം എണ്ണത്തിനെ കൈക്കാത്തിട്ട് പിഴിഞ്ഞെടുക്കണം സാർ. ഫ്യൂച്ചറിൽ ബായിയുടെയും സഹായത്തിന്റെ പേരിലെടുക്കാൻ പോകുന്ന നടപടിക്ക് തങ്കരാജൻ എന്നൊരാൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും സാർ. ആരാണ് അദ്ദേഹം? ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സാർ. നിങ്ങൾ പറഞ്ഞ നരസിംഹന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. 100% ഈസ് നോട്ട് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ സാലറി, ഗ്രാറ്റുവിറ്റി, PF ഇൻക്ലൂഡിംഗ് പെൻഷൻ ബെനിഫിറ്റ് എല്ലാം തന്നെ സെറ്റിൽ ആയിട്ടുണ്ട്. ഓക്കെ. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ പുറത്തു പോവുകയാണ്. നാളെ കുട്ടികൾക്ക് പരേഡുണ്ട്. വൃന്ദാവൻ ഹോട്ടലിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ. എടാ, സ്കൂൾ ടൈമിൽ അവൾ എവിടെ പോകണം ചോദിച്ചേ? അല്ല, എങ്ങോട്ടായി പോകുന്നേ? പറയൂല. നീ പറയാതെ പിന്നെ 8 മണിയിലെ വാർത്ത പറയോ? സാറ് ചോദിച്ചിട്ടാ പറയാൻ. ഞാൻ എന്റെ പഠിത്തമൊക്കെ നിർത്തി TC വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അല്ല, അതെന്തിനാ? സ്റ്റുഡന്റ് ടീച്ചറിനെ മോഹിക്കാൻ പാടില്ലെന്ന് NCC മാസ്റ്റർ പറഞ്ഞായിരുന്നു. ഇനി ഞാൻ സ്റ്റുഡന്റ് അല്ലല്ലോ, ഇനി മോഹിക്കാൻ സ്നേഹിക്കുകയും ചെയ്യാം. അത് നിക്കട്ടെ, ആരെ നീ സ്നേഹിക്കുന്നേ ഇപ്പോ? നമ്മുടെ NCC മാസ്റ്ററിനെ തന്നെയാ. എന്നാ നീ സംസാരിക്കുന്നത്? വായി വന്ന് നോക്ക്. അതെ, മാറാ, വിടടാ നീ. ഇന്ന് February 14 ആ, എനിക്ക് പകരം സാറിനൊന്ന് വിഷ് ചെയ്തേക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. പോട്ടെ സാറേ.
നല്ല പ്രായത്തിൽ പെണ്ണുങ്ങൾ പുറകെ വരുന്നതും പ്രായം ചെല്ലുമ്പോൾ ഷുഗർ വരുന്നതും എന്താ സാധാരണ. പക്കിയത്? അല്ല സാറേ, ഇത് സിവിൽ കേസ് പോലെ വലിച്ചു നീട്ടാതെ പെറ്റി കേസ് പോലെ അഡ്വൈസ് ചെയ്ത് തീർത്തേക്കുന്നേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ സൗമ്യമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. നീ ഇതാരോടും വിളമ്പി നടക്കണ്ട. ആ ഓക്കെ സാർ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ ആരെ നോക്കിയടാ നീ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞത്? അയ്യോ ടീച്ചറെ, ഞാൻ ടീച്ചറുടെ ദേഹത്തേക്ക് ഇറങ്ങിയതല്ല. നിങ്ങളൊരു നല്ല കുടുംബിനിയാണെന്ന് എനിക്കറിയാം. റിട്ടയർ ആയ 3 ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാം. അല്ല 3 കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്. ദേവി എന്നോട് ക്ഷമിക്കണം. ദൈവമേ, എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമേ. എന്നോട് ക്ഷമിക്കണമേ. പോകല്ലേ. അയ്യോ നല്ല കാര്യം, ഈ രാക്ഷസി നമ്മളെ തിന്നുന്നതിന് മുമ്പ് എങ്ങനെയോ രക്ഷപ്പെട്ടു. ദൈവമേ.